ഹരേ കൃഷ്ണ. കണ്ണൻ്റെ വനമാലയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് ഞാനല്ല പാടിയത് കേട്ടോ, എൻ്റെ ഫ്രണ്ട് ഷാരോണാണേ. കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ രൗദ്രഭാവത്തിലുള്ള പരമശിവനാണ് മുഖ്യപ്രതിഷ്ഠ. കുംഭമാസത്തിലെ തിരുവാതിര ആറാട്ടായുള്ള 10 ദിവസത്തെ ഉത്സവമാണ് ഇവിടുത്തെ പ്രധാന ആഘോഷം. കുംഭമാസത്തിലെ രോഹിണി നക്ഷത്രത്തിൽ, അതായത് 8ാം ദിവസമായ ഇന്നാണ് ഏറ്റുമാനൂരപ്പൻ്റെ ഏഴര പൊന്നാന എഴുന്നള്ളത്ത്. തെക്കുംകൂർ രാജ്യം തിരുവിതാംകൂറിനോട് ചേർത്തപ്പോൾ ടിപ്പു സുൽത്താൻ്റെ പടയോട്ടക്കാലത്ത് തിരുവിതാംകൂർ രാജാവായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ സമർപ്പിക്കാനായി 7 വലിയ സ്വർണ്ണാനകളെയും ഒരു ചെറിയ സ്വർണ്ണാനയെയും, അതായത് ഏഴര പൊന്നാനയെ സമർപ്പിക്കാൻ തീരുമാനിച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ സമയത്ത് അത് സമർപ്പിക്കാനാവാതെ അദ്ദേഹം നാടു നീങ്ങി. പിന്നീട് രാജാവായ കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവാണ് ആ കൃത്യം നിർവഹിച്ചത്. വരിക്കപ്ലാവിൻ തടിയിൽ നിർമ്മിച്ച് 13 കിലോഗ്രാമോളം സ്വർണ്ണ തകിടുകളിൽ പൊതിഞ്ഞതാണ് ഈ ആനരൂപങ്ങൾ. ഐരാവതം, പുണ്ടരീകം, കുമുദം, അഞ്ജന, പുഷ്പദന്തൻ, സുപ്രതീകൻ, സർവഭൗമൻ, വാമനൻ എന്നീ 8 അഷ്ടദിഗങ്ങളെയാണ് ഈ 8 ആനകളുടെ പ്രതിമകൾ പ്രതിനിധീകരിക്കുന്നത്. ഇതിൽ വാമനൻ ചെറുതായതിനാൽ പൊന്നാനയായി കണക്കാക്കുന്നു. തിരുവനന്തപുരത്തു നിന്നും കൊണ്ടുവന്ന ആനകൾ വൈക്കത്തേക്ക് കൊണ്ടുപോകും വഴി ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ എത്തിയപ്പോൾ അവ എഴുന്നള്ളിക്കാൻ സാധിക്കാതെ അവിടെ ഉറച്ചു പോകുകയും പിന്നീട് പ്രശ്നചിന്തയിൽ അവ ഏറ്റുമാനൂരപ്പന് സമർപ്പിക്കണമെന്ന് നിർദ്ദേശം ലഭിക്കുകയും ചെയ്തത് പ്രകാരം നടക്കിവെച്ചു എന്നാണ് ഐതിഹ്യം. ഉത്സവത്തിൻ്റെ 8ാം ദിവസമായ ഇന്ന് അർദ്ധരാത്രിയിൽ ആസ്ഥാന മണ്ഡപത്തിൽ വെച്ചാണ് ഈ സ്വർണ്ണാനകളെ അല്ലെങ്കിൽ ഏഴര പൊന്നാനയെ കാണാനുള്ള ദർശന സൗഭാഗ്യം ഭക്തജനങ്ങൾക്ക് ലഭിക്കുക. ഏവർക്കും ഏറ്റുമാനൂരപ്പൻ്റെയും വൈക്കത്തപ്പൻ്റെയും അനുഗ്രഹമുണ്ടാവട്ടെ. രാധേശ്യാം.